തെരുവ് നായയ്ക്ക് ഭക്ഷണം നൽകിയതിന്റെ പേരിൽ യുവതിയെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. തിരുവനന്തപുരം ശംഖുമുഖത്ത് തെരുവ് കച്ചവടം നടത്തുന്ന വിജയകുമാരിക്കാണ് മർദ്ദനമേറ്റത്. അഭി, ഭാര്യ ബിൻസി എന്നിവർ ചേർന്നാണ് മർദ്ദിച്ചത്. മുഖത്തും ശരീരത്തും പരിക്കേറ്റ വിജയകുമാരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. ഇക്കഴിഞ്ഞ 13-ാം തീയതി രാത്രി 11 മണിക്കാണ് വിജയകുമാരിക്ക് മർദ്ദനമേൽക്കുന്നത്. തിരുവനന്തപുരം ശംഖുമുഖത്ത് കളിപ്പാട്ട കച്ചവടം നടത്തുന്ന വിജയകുമാരി തെരുവ് നായകൾക്ക് ഭക്ഷണം നൽകി. ഇത് ചോദ്യം ചെയ്ത അഭിയും ഭാര്യയും ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഐസ്ക്രീം വിൽക്കുന്ന ആളുണ്ട്, അവ ഇച്ചിരി അവിടെ ഉള്ളതിൽ എല്ലാവരെയും പാവങ്ങളെ ഉപദ്രവിക്കുന്ന ആളാണ്. ജയിലിലൊക്കെ കിടന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഇറങ്ങിയിട്ടിപ്പോൾ ഒരാഴ്ച ആയുള്ളൂ. അന്നേരം എന്നോട് ചോദിച്ച് എന്തിനാ ഈ പട്ടികൾക്ക് ബിസ്ക്കറ്റ് ഇവിടെ ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞ് അത് പട്ടികൾക്ക് ബിസ്ക്കറ്റ് കൊടുക്കണം, ഞാൻ എൻ്റെ കാശ് കൊടുത്തല്ലേ വാങ്ങിച്ചത്, ഞാൻ അതല്ലേ ഇട്ട് കൊടുത്തത്. ശരീരത്തിലും മുഖത്തും പരിക്കേറ്റ വിജയകുമാരി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. എന്നും കുന്നും അടിയും ബഹളമായിട്ടൊക്കെ നടക്കുന്ന ഒരാളാണ്. പുള്ളിയും വൈഫും കൂടെ വന്ന് എൻ്റെ വൈഫിനെ എടുത്തിട്ട് അടിച്ച് റെഡിയാക്കി മെഡിക്കലിൽ വന്ന് കിടക്കുകയാണ്. എന്തെങ്കിലും ഒരു പോംവഴി എല്ലാവരും കണ്ട് നല്ല രീതിയിലുള്ള മർദ്ദനമായിരുന്നു. വെച്ചാൽ എന്നെ അവൻ കൊണ്ടടക്കം പിടിച്ച് വെച്ചിട്ടാണ് അവൻ്റെ പെണ്ണുമ്പിള്ള അവനെ വൈഫിനെ എടുത്തിട്ട് അടിക്കുന്നത്. എന്നുവെച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായിപ്പോയി. സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെ ക്രൂരമായാണ് മർദ്ദിച്ചതെന്ന് വിജയകുമാരിക്കൊപ്പം കച്ചവടം നടത്തുന്നവരും സാക്ഷ്യപ്പെടുത്തുന്നു. അവരെ ഒരുപാട് ചീത്ത അവൻ ഇവരെ വിളിച്ചതിൽ അവരുടെ കടയിലോട്ട് ചെന്ന് ഇവനാണ് അടിക്കുക ചെയ്തത്. അവരുടെ തലയ്ക്ക് അടിച്ചു, പുറത്തടിച്ചു, മുഖത്ത് അടിച്ചു, അവരെ അടി കൊണ്ട് തലകറങ്ങി വീഴുകയായിരുന്നു. അങ്ങനെയാണ് നമ്മളടുത്ത് ആശുപത്രി കൊണ്ടുപോകുന്നത്. വിജയകുമാരിയെ മർദ്ദിച്ച അഭി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ശംഖുമുഖത്ത് കച്ചവടം നടത്തുന്ന അഭി ഇതിനു മുമ്പും പലരെയും ഭീഷണിപ്പെടുത്താറുണ്ടെന്നും പരാതിയുണ്ട്. സംഭവത്തിൽ വിജയകുമാരിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വലിയതുറ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ജനം, തിരുവനന്തപുരം.